സ്നേഹത്തോടെ ഈ ഇടവകയിലേക്കും പ്രത്യേകിച്ച് ജീവിതം അർപ്പിക്കുവാനായിട്ട് സ്നേഹം സ്വാഗതിച്ചെന്ന് വികാരിച്ചെന്ന് നന്ദി പറയുന്നു. ഇതേപോലെ ഉന്മരണങ്ങളിൽ നിന്ന് പെട്ടുപോയ അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി 7 ആയിട്ട് ആചരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളേവരെയും അമ്മച്ചിയുടെ മക്കളെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രീതിയിൽ അറിയിക്കാം. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലിയർപ്പിക്കാം. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശി എപ്പോഴും നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്തിന്റെ സംഭൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആഴത്തു നിന്നു ഞാൻ ആഗ്രഹമായി കേടുന്നു, ദൈവമേ എന്നെ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധി, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങനെയുള്ളതും എന്നാൽ പ്രകാശിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിഞ്ഞോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തെയും നാഥനും സത്താവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ,
കർത്താവിനെ സദ്ഭാഗ്യ ശരീരങ്ങളെ ഉയർത്തുന്നവൻ, ആത്മാവിനെ രക്ഷിക്കുന്നവൻ, ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സ്വപ്നീയനായി വസിക്കുന്ന പരിശുദ്ധ ബലവാനുഭവത്തിനായി അങ്ങയുടെ സ്വഭാവത്തിനൊത്തവ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 26 ദിവസങ്ങൾ ഗുരുവാശ്രയിച്ച് വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കുകയും ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. എന്തെന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മനുഷ്യരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനമുണ്ടായി. ആദ്യത്തിൽ എല്ലാവരും മരണാതീതരായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ മറ്റുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർവചനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാത്തിനെയും അവസാനമായിരിക്കും. എന്നാൽ സഹശത്രുക്കളുടെയും തന്റെ പാദസേവകരായിരിക്കുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ മത്തായി നമ്മുടെ കർത്താവായ പരിശുദ്ധ സുവിശേഷം അധ്യായം 25 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ
എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കൂടെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുക. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടൊത്ത് വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടെ ഉയർത്തുകയും ചെയ്യണമേ. സർവ്വദേവനും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടലുടെയും പാവങ്ങളുടെയും കരകൾ കഴുകിക്കളയട്ടെ. ദൈവമാതാവായ സ്മരണം വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. വിജയം ഭരിച്ച ദീപാന്മാരുടെയും സാക്ഷികളുടെയും സ്മരണയോടുകൂടി
നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും സുന്ദരമായ ഭാരങ്ങൾ നീ മഹത്വത്തോടെ അർപ്പിക്കുന്ന പ്രതീക്ഷയും മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സകലത്തെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂപതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മൗത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കൈകോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിടാരാധിക്കുന്നു. അഗ്നിമയമാരും അരോപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരോപികളുമായ ഗോപിമാരോടും സാധ്യമാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുടെ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കും. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് ഏൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സാമ്പത്തിക സമ്മേളനവും പരമാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശേഷം മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മെത്രാപ്പോലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തർ, അൽമായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും മകളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിരമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരമായ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് നാമത്തിൽ വേർതിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ഓർമ്മയാചരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉച്ചയ്ക്ക് വേണ്ടിയും അങ്ങയുടെ കാര്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധവുമായ കൃപയാൽ സംശാന്തമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അത് മാത്രമാണ് യഥാർത്ഥ പിതാവുമായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം
സുവിശേഷ വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുതിർന്നവരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസൻ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമം രക്ഷകമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രാർത്ഥനയും മഹനീയവും വൈഭക്തിയവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, നിലാസനീയ കൃപയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടപ്പെട്ട പ്രതിക്കും മരിച്ചവരുടെ ഉയർത്തിലുള്ള നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിലുള്ളവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും എന്നോട് ദയതോന്നണമേ. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായേ, നിന്റെ നാമത്തിൽ സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം
മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും പ്രസന്നവദനം നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്നതായ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. സുവിശേഷം വായിച്ചു കഴിഞ്ഞപ്പോൾ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു വാക്ക് പറയണമെന്ന് ആഗ്രഹിച്ചു. താമസിച്ചപ്പോൾ പറയാൻ സാധിച്ചില്ല.
ഈ അവസരം ഉപയോഗിച്ച് പരിശുദ്ധമായ ഈ നിമിഷത്തിൽ രണ്ട് വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സിസ്റ്ററെ ജോഷിയെ ഒക്കെ എനിക്കറിയില്ല. ജോഷി അമ്മച്ചിയുടെ മറ്റ് ഡൽഹിയിലായിരിക്കുന്ന മക്കളെ, ഇവിടെ ആയിരിക്കുന്ന മക്കളെ, കുടുംബാംഗങ്ങളെ, എന്തുകൊണ്ടാണ് മരണം മൂലം നമ്മിൽ വേർപെട്ടു പോയ ഈ അമ്മച്ചിയുടെ 7ാം ചരമദിനം ആചരിക്കുന്ന ഇന്നേ ദിവസം ഈ ദ്വീപിൽ എത്തിക്കുവാൻ ഞാനിവിടെ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് തമ്പുരാന്റെ നിമിത്തം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടില്ല, ഈ അമ്മച്ചിയെ ഞാൻ അറിയില്ല. പക്ഷേ ഈ അമ്മച്ചിയുടെ മരണശേഷം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കുടുംബത്തെ അടുത്ത പരിചയമുള്ള ചില വ്യക്തികൾ, മുന്നൂർപ്പുള്ളിയിൽ നിന്നുള്ള ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഇടവകയിൽ നിന്നുള്ള ചില വ്യക്തികൾ ഈ അമ്മച്ചിയെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സ്വയം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ദൈവം തോന്നിച്ച ഒരു കാര്യമാണ്. ഈ 7 ആചരിക്കുന്ന ദിവസം ഞാൻ തന്നെ വന്ന് ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളോടൊപ്പം ഈ ദൈവബലി അർപ്പിക്കണമെന്ന് വികാരിച്ച് അനുവദിക്കുകയാണ് എങ്കിൽ സ്നേഹമുള്ള വികാരിച്ച് അതിന് അനുവാദം നൽകുകയും ഞാനിന്നിവിടെ ആയതുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ ദൈവബലി അർപ്പിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും കൂടുതൽ നിമിത്തമായത് നൂറുപുള്ളിയിൽ നിന്നുള്ള മണവാളൻ ബെന്നിയാണ്. അതിനൊരു കാരണവും സിസ്റ്റർ നമിത, അമ്മച്ചിയുടെ മകള് CFC കോൺഗ്രിഗേഷനിലെ സന്യാസ സമൂഹത്തിലെ അംഗം 2 വർഷക്കാലം മുന്നൂർപ്പുള്ളിയിൽ സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അമ്മച്ചിയുടെ വേർപാട് ഒരുപക്ഷെ പ്രത്യേകിച്ച് മക്കളായ നിങ്ങൾക്കെല്ലാവർക്കും ഏറെ ദുഃഖം നൽകുന്ന ഒരു അനുഭവമാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും ഓരോരുത്തരായിട്ട് വേർപെട്ടു പോകുമ്പോൾ ചില സത്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ നമ്മിൽ നിന്നും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത്. അതായത് മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു കാര്യമാണ് നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് പറയാൻ സാധിക്കുന്നത്. അതായത് ഒരു ദിവസം ഈ വ്യക്തിക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടി വരും എന്നുള്ള ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഈ അമ്മച്ചിയുടെ ജീവിതത്തിലും സംഭവിച്ചത്. നാളെ അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. നാളെ മറ്റു ചിലർ ഇതുപോലെ ഒരുമിച്ച് കൂടി നമ്മളുടെ മരണശേഷമുള്ള 7 ആചരണം ഇതുപോലെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എന്നൊരു സത്യം, യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, അത് എന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന് വ്യക്തതയില്ല. ചില വ്യക്തികൾക്ക് ദൈവം കനിഞ്ഞ് ദീർഘ ആയുസ് നൽകുന്നു. 7 വർഷക്കാലം എത്ര വർഷം നാം ജീവിക്കുന്നു എന്നതിൽ അല്ല, എങ്ങനെ നാം ജീവിക്കുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം നന്മയുള്ളവരായിട്ട് ഈ ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹമായിട്ട് നാം ജീവിക്കുന്നു, നാം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതിൽ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നാം ശ്രമിച്ചതുപോലെ ഈശോയോടൊപ്പം ജീവിക്കുകയും ഈശോ നമ്മിൽ ജീവിക്കുന്നു എന്നുള്ള ആ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി ഈശോയോടൊപ്പം ജീവിക്കുകയും ഈശോയോടൊപ്പം മരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്
ഓർമ്മപ്പെടുത്തിയതുപോലെ ജാഗ്രതയുള്ളവരായിരിക്കുക, ബുദ്ധിമാന്മാരായി ജീവിക്കുക. ബുദ്ധിശൂന്യരായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ അത് നമ്മുടെ നാശത്തിന്റെ കാരണമായി തീരും. കാരണം മരണം നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമല്ല എന്നുള്ള വസ്തുതയും ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മരണത്തെ മരണം കൊണ്ട് കീഴ്പ്പെടുത്തിയ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ ദൈവം, ആ ഈശോ നമ്മുടെ ജീവനം പുനരുത്ഥാനവുമാണ്. ആ ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് മരണം ഒരു അന്ത്യമല്ല, മറ്റൊരു ജീവിതത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. വേറൊരു അവസ്ഥയിലേക്കുള്ള നമ്മുടെ ജന്മം മാത്രമാണ്. ആ ജന്മം, ആ പുതിയൊരു ജീവിതം ഇപ്പോൾ നാം എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചായിരിക്കും ആ പുതിയ ജീവിതം. ആ ജീവിതം ഇതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമല്ല, മറിച്ച് അനന്ത ജീവിതമാണ്. അതിനവസാനമില്ലാത്തൊരു ജീവിതമാണ്. അതുകൊണ്ട് ആ ജീവിതം എത്രമാത്രം സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒന്നായിരിക്കണം എന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരായിട്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഓരോ മരണവും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, എന്നോട് പറഞ്ഞതനുസരിച്ച് 80 വർഷത്തിലധികം ഈ അമ്മച്ചി ലോകത്തിൽ ജീവിച്ചു. അതിനുള്ള ഭാഗ്യം തമ്പുരാൻ നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ജീവിച്ച അമ്മച്ചിയെ കുറിച്ച് ഒന്നും അറിയാത്ത എനിക്ക് ഈ അമ്മച്ചിയോടുള്ള മതിപ്പുണ്ടാകുവാൻ കാരണം, അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ ഞാൻ വളരെ ആദരവോടും ഭക്തിയോടും അല്ലെങ്കിൽ കൂടെ കണ്ടുകൊണ്ട് ഈ ജീവിതത്തിൽ അർപ്പിക്കുവാൻ കാരണം, നമുക്കറിയാം ഒരു വൃക്ഷത്തെ അറിയുന്നത് അതിന്റെ ഫലത്തിൽ നിന്നാണ് എന്ന്. കുട്ടിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് മാതാപിതാക്കന്മാർ പറയുന്നുണ്ട്. ഈ മക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് വ്യക്തമാണ് ഈ അമ്മച്ചി എത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് സ്നേഹം മതിയാവോളം അനുഭവിച്ച് ആ സ്നേഹം മക്കൾക്ക് പകർന്നു നൽകിക്കൊണ്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, നന്മയുടെ ഒരു പ്രതീകമായി, വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ച അമ്മച്ചിയാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഒരു മകള് CFC കർമ്മലീത്ത സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ദൈവം കനിഞ്ഞ് നൽകിയ ഒരു ദൈവം. ആ മകള് തന്റെ ശുശ്രൂഷ ജീവിതം വളരെ ഏറെ എല്ലാവർക്കും, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന രീതിയിൽ, ദൈവത്തോട് ഈശോയോട് അടുക്കുവാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി നിറഞ്ഞ ഒരു നന്മയുടെ സാന്നിധ്യമായിട്ടാണ് ഈ സിസ്റ്റർ ഇന്നും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷക്കാലമാണ് 300 ഇടവകയിൽ ശുശ്രൂഷ ചെയ്തത് എന്നാണ് അറിയുന്നത്. 2009-2010. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഇന്നലെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നത് പോലെ ഇടവകാചനം സിസ്റ്ററെ ഓർക്കുകയും സിസ്റ്റർ അവിടെ ചെയ്ത ശുശ്രൂഷകൾ അവർ ഇന്നും ഏറെ സന്തോഷത്തോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ 6 മക്കളാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. 4 ആൺമക്കളും 7 മക്കൾ. സോറി, എന്നോട് പറഞ്ഞ എനിക്ക് ഞാൻ അല്പം വൈകി പോയി കുർബാനക്കൂടെ എത്താനായിട്ട്. അപ്പോൾ വിഷ്ണുമായിട്ട് സിസ്റ്റർ കണ്ട് ഇവരൊക്കെ കൂടുതൽ അറിയണമെന്നാണ് ആഗ്രഹിച്ചു വന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അല്പം വൈകി പോയി. അപ്പോൾ സിസ്റ്ററുമായിട്ട് 7 മക്കളാണ്. സോറി, 2 ആൺമക്കൾ അല്ലെ, 3 അവിടെയാണ് പോയത്. 3 ആൺമക്കളും 4 പെൺമക്കളും. അപ്പോൾ ഈ 7 മക്കളിൽ ഒരാളുടെ സിസ്റ്റർ സന്യാസ സമൂഹത്തിലേക്കുള്ള ദൈവവിളി സ്വീകരിച്ച് ജീവിക്കുന്നു. മറ്റ് 5 മക്കള് വിവാഹിതരാണ് അല്ലെ. വിവാഹിതരായ കുടുംബ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളി സ്വീകരിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം
ദൈവത്തിന്റെ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു പോകുന്നു എന്നാണ് അച്ഛൻ അറിഞ്ഞത്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരു മകൻ ജോഷി, അദ്ദേഹത്തിന്റെ എല്ലാ താല്പര്യങ്ങളും, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാൻ, ഈ അമ്മച്ചിക്ക് യാതൊരു കുറവും ഉണ്ടാകരുത് എന്നുള്ള ചിന്തയോടുകൂടി അമ്മച്ചിയെ പരിചരിക്കാൻ വേണ്ടി മാത്രം ആ ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ജോലിക്ക് പോകുമ്പോൾ പോലും അമ്മച്ചിയെ കുറിച്ചുള്ള ചിന്തയാണ്. അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഒരു മകന് ചെയ്യാൻ പറ്റുന്നതിലധികമായി സ്നേഹം നൽകുകയും അമ്മച്ചിയെ സൂക്ഷിക്കുകയും പരിചരിക്കുകയും അമ്മച്ചിയുടെ അവസാന നിമിഷം വരെ അമ്മച്ചിയുടെ ഒപ്പമായിരിക്കുകയും അങ്ങനെ അമ്മച്ചിയെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം സ്നേഹമാണ് ആ അമ്മച്ചിക്ക് ഈ മകൻ നൽകിയത്. അങ്ങനെ ഈ മകൻ നൽകുവാൻ സാധിച്ചു എങ്കിൽ ആ അമ്മച്ചിയും അതുപോലെ ഒരു പിശുക്ക് കാണിക്കാതെ തന്റെ മക്കളെ പ്രത്യേകമായിട്ട് ജോഷിയെ സ്നേഹിച്ചു. ജോഷി ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ അവസരത്തിൽ എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് അച്ഛൻ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഈ അമ്മച്ചി തീർച്ചയായിട്ടും സ്വർഗത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. ഒരു പക്ഷേ ജോഷിയുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ മനസ്സിൽ ഒരു ചെറിയ ദുഃഖം ഇപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അച്ഛൻ അറിയുന്നത്. അതായത് ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു എന്നറിയുന്നു. ആ വീടിന്റെ പണി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് ആ പുതിയ വീട്ടിൽ പോയി ഒരു ദിവസമെങ്കിലും അമ്മച്ചിയോടൊത്ത് താമസിക്കണം എന്ന അതിയായ താല്പര്യം മക്കൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ജോഷിക്കും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനുമെല്ലാം നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല. ദൈവം അവിടെ അതിലും മനോഹരമായിട്ടുള്ള ഒരു ഭവനം അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുതന്നെയാണല്ലോ ഈശോ പറയുന്നത്, എന്റെ വാസസ്ഥലത്ത് അനേകം മുറികളുണ്ട്, അതിൽ ഏറ്റവും മനോഹരമായ മുറിയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ദിവസം ഞാൻ വരുമല്ല. ഒരു പക്ഷേ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അമ്മച്ചിക്ക് അവിടെ വേണ്ടി സ്വർഗ്ഗസ്ഥനായ പിതാവ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ആ ഭവനം, ആ വാസസ്ഥലം പൂർത്തിയായി. അപ്പോൾ അമ്മച്ചിയെ തമ്പുരാൻ വന്ന് അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അമ്മച്ചി സന്തോഷമായിട്ട് ആ ദൈവം തന്നെ മെനഞ്ഞ ആ ഭവനത്തിൽ ആയിരിക്കുകയാണ് എന്നുള്ള സന്തോഷത്തിൽ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാം. മറ്റൊരു വസ്തുത അച്ഛൻ ഈ കാര്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഒരു പക്ഷേ ആ ദുഃഖം നമുക്ക് തീർക്കാൻ പറ്റുന്നത് അമ്മച്ചിയുടെ ഏഴ് ആചരണമാണ്. 40 ഇനി ആഘോഷിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ 40ന്റെ ആഘോഷം അല്ലെങ്കിൽ ആ 40ന്റെ ആചരണം, അന്നേ ദിവസം ആ പ്രാർത്ഥന ഒരു പക്ഷേ നമുക്ക് എനിക്കറിയില്ല ഈ നിർമ്മാണ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നുമില്ല. ആ ഒരു പക്ഷേ അന്നത്തെ ആചരണം സാധിക്കുമെങ്കിൽ ആ പുതിയ ഭവനത്തിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ആ ദുഃഖവും നമുക്ക് അതോടുകൂടി മായ്ച്ചു കളയുവാൻ സാധിക്കും എന്ന് തോന്നുന്നു. അതല്ല എങ്കിൽ ഒന്നാമത്തെ ചരമവാർഷികം ഏതായാലും ഈ അമ്മച്ചിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു അമ്മച്ചിയെ ഓർത്തുകൊണ്ടുള്ള ദൈവത്തോട് അമ്മച്ചിയുടെ ജീവിതത്തിന്, അമ്മച്ചി ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ആ പുതിയ ഭവനത്തിൽ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും നമ്മുടെ ആ ചെറിയൊരു മനസ്സിലുള്ള ഒരു ചെറിയ ദുഃഖം അതോടുകൂടി പൂർണ്ണമാകും, മായ്ച്ചു കളയുവാൻ തമ്പുരാൻ ഇടവരുത്തും എന്നുകൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജോഷിയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അമ്മച്ചി ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്.
അങ്ങനെ നമുക്ക് അമ്മച്ചി കാണിച്ചു തന്ന മാതൃക വിശ്വാസത്തില്, വിശുദ്ധിയില്, സ്നേഹത്തില്, നന്മയില് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് ജീവിക്കുവാനായിട്ട് അമ്മച്ചിയുടെ മാതൃക, അമ്മച്ചിയുടെ നല്ല ജീവിതം, അമ്മച്ചിയുടെ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് എല്ലാവരും വേണ്ടി ആശംസിക്കുന്നു. തുടർന്നും നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവദായകവും ദൈവീകവുമായ രഹസ്യം കടകളുടെ മോചനത്തിനായ കാര്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെടലാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കൃപകൾ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും മറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി വാഴ്ത്തപ്പെട്ടതാകട്ടെ. സർവ്വത്തെയും നാഥ എന്നേക്കും. പാവനമങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥമാനവയാചനകൾ കൈക്കൊള്ളണമേ കൈകൂടെ. ബലികളും അതുപോൽ കാഴ്ചകളും പ്രഭയുടെ തൃക്കൺ പാർത്തെന്നും മൃതരുടെ പാപം നീക്കണമേ, വരവരാജ്യം നൽകണമേ. കർത്താവേ, ദാസിക്കായി അർപ്പിക്കുന്നീ ബലികൾ വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യബലി. പങ്കാളികളായി തീർന്നവര് ഞങ്ങൾ കരുണ വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സങ്കല്പത്തിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ല വരത്തു വലം പാകി ആകാശവും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. പരിശുദ്ധാത്മാവിന് സ്തുതി. പാവപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നമുക്ക് സമാധാനം. നാവേദിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ഹൃദയാദിക്ക് ഞങ്ങളെ പാപങ്ങൾ മാറ്റുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇതിന്റെയും ഗുണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നീ ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, മൈദാശയതൻ പരിപാവനമാം ബലികൾ പോലെ കുരുവത്സലരാം സ്നേഹരും ഒരുപോൽ വിനയാന്വിതരായി തവസന്നതയിൽ ചെയ്തൊരു നവമാ ബലിഭൂനാഥ. വിളിക്കുന്നു മരിച്ചറിയാർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ആകാശത്തിന് ഞാൻ വിളിക്കുന്നു, നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. ഉരുവിയാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിളിക്കുന്ന മരിച്ചറിയാർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ജീവവും ജീവദായകവുമായ ശബ്ദത്താലാസനേർപ്പിച്ച കർത്താവേ, അശബ്ദം മഹനീയമായ നീതിവിധ ദിവസം ദാസിയെ വിളിക്കുകയും എന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. മരിച്ചവരെ എറണാകുളം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രദേശമറ്റവരെ പത്നിയോടുകൂടി നീ ഉയർപ്പിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അമർഷ്യനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.